യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവരും സന്തോഷമായിട്ടും ദൈവാനുഗ്രഹത്തിൽ മുന്നോട്ട് പോകുന്നു എന്നറിയാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ഓർക്കുന്നു. ഈ വചനം നിയോഗത്തോടെ, നേർച്ചയോടെ, പ്രാർത്ഥനയോടെ അനേകം വ്യക്തികളിലേക്ക്, കുടുംബങ്ങളിൽ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ അയച്ച് സന്തോഷത്തോടെ കൊടുക്കുന്നവരുണ്ട്. ഈ ശുശ്രൂഷയെ ഒരു ദൈവനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുന്നവരുണ്ട്. ആരുടെയും പേരോ പ്രശസ്തിയോ വർദ്ധിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ ലക്ഷ്യം. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ അറിയണം. അനേകർ അതിലൂടെ അനുഗ്രഹം പ്രാപിക്കണം. ആ വചനത്തിലൂടെ ദൈവത്തിനൊരു സാക്ഷിയായി നമ്മൾ മാറണം. നല്ല മനസ്സുള്ളവരായി മാറണം. അനുഗ്രഹമുള്ളവരായി മാറണം. അതിനുവേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ എല്ലാ ദിവസവും ഓർക്കും. ഞങ്ങളിതിൻ്റെ ഇടസമയങ്ങളിലൊക്കെ നോക്കും, എത്ര പേരിന്ന് കണ്ടു, എത്ര പേർ ഈ വചനം ശ്രദ്ധിച്ചു എന്നൊക്കെ നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് കണക്കുകളാണ് അറിയുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, കർത്താവേ, ഇവരെ ഒന്നും അറിയില്ലെങ്കിലും ഈ പ്രിയപ്പെട്ടവരെ, ഈ കുടുംബങ്ങളെ, ഈ വ്യക്തികളെ, ദേശത്തുള്ളവരെ, അവരുടെ പ്രാർത്ഥനയെ, ആവശ്യത്തെ അങ്ങ് കാണണമേ, അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി അനുഗ്രഹിക്കട്ടെ. വചനത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ വരാം. ദൈവം നിങ്ങളെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ട് ഒരു സഹായമായിട്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ബൈബിൾ വേദപുസ്തകം ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അവർ പോകും വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്ന പേരുള്ള ഒരാൾ അവനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു, സന്തോഷത്തോടെ സ്വീകരിച്ചു. 39-ാമത്തെ വാക്യം, അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി കൂടി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കൽ ഇരുന്നിരുന്നു. ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ട് ആ പാദത്തിൻ്റെ താഴെ ഇരുന്നു. ഇതൊരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. വീട്ടിലുള്ള ഒരാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളൊരു പക്ഷേ വചനം കേൾക്കുന്നത് വീട്ടിലുള്ളവർക്ക് ഇഷ്ടമാകില്ല. ഇത് അയച്ചു കൊടുത്ത പലർക്കും ഇഷ്ടമായില്ല. നാട്ടുകാർക്കിത് ഇഷ്ടമായില്ല. പലർക്കും ഇഷ്ടമാകില്ല. പക്ഷെ ഇഷ്ടമാകുന്നൊരുവനുണ്ട്. ഈ വചനം വായിച്ചാൽ മനസ്സിലാകും ഈ വചനം കേൾക്കുന്നത് ഇഷ്ടമാകുന്നത് ആരാണെന്ന്. അടുത്ത വാക്യം, മർത്തായാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്ത ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. നമ്മൾ പറയില്ലേ, ടെൻഷനാണ്, പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്, എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അത് ഇച്ചിരി മാറ്റിവെച്ചേ. ഇവിടെ ഒരാൾ ടെൻഷനായിട്ട് നടക്കുകയാണ്. അടുത്ത വാക്യം, അവൾ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുകയാണ്. ഞാനിവിടെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സമാധാനമില്ല. ഇവിടെയാണ് ഒരാൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. പരാതി പറഞ്ഞു, എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നു. ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുവാണ്, അധ്വാനിക്കുകയാണ്. ഇതാരും കാണുന്നില്ല, കേൾക്കുന്നില്ല, മനസ്സിലാക്കാൻ ആരുമില്ല. എന്തൊരു കഷ്ടമാണിത്. എന്നെ സഹായിക്കാൻ അങ്ങ് അവളോട് പറയുക. 41-ാമത്തെ വാക്യം, കർത്താവ് അവളോട് പറഞ്ഞത്. നമ്മളാണെ പറയില്ലേ, ഒരാൾ കഷ്ടപ്പെടുന്ന, എന്നാൽ കുറച്ച് കഴിയട്ടെ, പിന്നെ നമുക്ക് തിരക്കുള്ള പണിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് വചനങ്ങൾ കേൾക്കാം, പ്രാർത്ഥിക്കാം. അത് മാറ്റിവെക്കും. യേശു എന്താ പറഞ്ഞു? 41-ാമത്തെ വാക്യം എന്നോടും ഈ വ്യക്തിയോട് മാത്രമല്ല, എന്നോട് നിങ്ങളോടും കൂടെ പറഞ്ഞതാ. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത, നീ പല കാര്യത്തെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമാണ്. അസ്വസ്ഥമാണ് നിന്റെ മനസ്സ്, ടെൻഷനാണ്. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. വചനം കേൾക്കാൻ മനസ്സ് കാണിച്ചപ്പോൾ ആ വ്യക്തി തിരഞ്ഞെടുത്തതിനെ കുറ്റപ്പെടുത്തുമല്ല, അവൾ നല്ല കാര്യമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്.
നിങ്ങളും നിങ്ങളുടെ കുടുംബവും വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ എല്ലാവരും ഇഷ്ടപ്പെടും, അംഗീകരിക്കും, പ്രോത്സാഹിപ്പിക്കും എന്നൊന്നും വിചാരിക്കരുത്. സ്വർഗത്തിലെ ദൈവം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ, വചനം വായിക്കുന്നത് കാണുമ്പോൾ ഇത് തന്നെ എന്നും പറയും, നിങ്ങൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്നത് 5 മിനിറ്റ് ആകട്ടെ 10 മിനിറ്റ് ആകട്ടെ, ആ നല്ല ഭാഗം തിരഞ്ഞെടുക്കാൻ നിയോഗം കിട്ടിയവരാണ് നിങ്ങൾ. അങ്ങനെ 10 മിനിറ്റ് വചനം പറഞ്ഞു തരാൻ നിയോഗം കിട്ടിയ ഒരാളാണ് നിങ്ങൾ. നല്ല ഭാഗമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും വേണ്ട. ദൈവത്തിൻ്റെ അടുത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. നിങ്ങൾക്കറിയുമോ, നമ്മുടെ ഒരു വിഷയം, ഒരു രോഗം, അത് മനുഷ്യനോട് പറയുവാണെന്ന് ഇരിക്കട്ടെ. ഒരു മനുഷ്യനോട് പറയുകയാണ്, ആ വ്യക്തി അത് കേട്ടപാടെ ചിലപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യും. എന്നിട്ട് നമ്മളോട് പറയും, ഇത് വളരെ സീരിയസ് ആണ്, ഇത് ഭയങ്കര ടെൻഷനാണ്, നീ എത്രയും പെട്ടെന്ന് ഇത് ചെയ്തോണം, എത്രയും പെട്ടെന്ന് ഇതിങ്ങനെ ചെയ്തോണം. അവർ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ടാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ മനസ്സ് വായിച്ച് അതിൻ്റെ റിസൾട്ട് എന്നാന്ന് ആരും നോക്കാറില്ല. ഗൂഗിൾ സെർച്ച് ചെയ്യും. പെട്ടെന്ന് നമ്മൾ ബുദ്ധിയുള്ള അറിവുള്ള ആൾക്കാരോട് ചോദിക്കൂ, എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആ വ്യക്തിയുടെ തലയ്ക്കകത്തുള്ള കുറേ കാര്യങ്ങൾ നമ്മളോട് പറയും. ചിലപ്പോൾ ആ പറഞ്ഞതിനെ ഓർത്ത് നമ്മൾ 1000 വട്ടം ചിന്തിക്കും, ഇത് ഇയാളോട് പറയണ്ടായിരുന്നു, പ്രശ്നം ഇപ്പോൾ ഗുരുതരമായി, അയാൾ അപ്പുറത്തൊരാൾ പറഞ്ഞു, ഇപ്പുറത്തൊരാൾ പറഞ്ഞു, ഇതിപ്പം വലുതായി. എന്നാൽ ഞാൻ കണ്ട ഒരു സത്യം, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ദൈവത്തോട് നമ്മൾ പറഞ്ഞ് ഏൽപ്പിച്ച ഒരു വിഷയം അത് ഗുരുതരമാകുന്നില്ല. അത് ചെറുതാകാൻ തുടങ്ങുന്നു, അത് തെളിയാൻ തുടങ്ങുന്നു, അതിൽ മാറ്റം ഉണ്ടാകാൻ തുടങ്ങുന്നു. പ്രാർത്ഥനയിൽ 5-10 മിനിറ്റ് ദൈവത്തിൻ്റെ മുമ്പിൽ ഈ വ്യക്തിയെപ്പോലെ ഇരിക്കുക, നമ്മളും മുട്ടുകുത്തി നിൽക്കുക, പ്രാർത്ഥനയോടെ നിൽക്കുക. നല്ല ഭാഗമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഗുരുതരമാകാൻ പോവല്ല, വലുതാകാൻ പോവല്ല, ചെറുതാകാൻ പോവുക. ഇത് ഓടി നടക്കുന്ന ആൾ ടെൻഷൻ അടിച്ച് വ്യഗ്രതയായി, ടെൻഷനായി, ആകെ ആ വ്യക്തിക്കൊരു ഭ്രാന്ത് പോലായി, ആകെ ടെൻഷനായിട്ട് ഓടി നടക്കുക, എന്നെ തനിയെ വിട്ടിരിക്കുന്നു, ഭയങ്കര പരാതിയാണ്. ആ വ്യക്തി വിചാരിച്ച് ഇപ്പോൾ യേശു അവളെ വഴക്കു പറയും, എഴുന്നേൽപ്പിച്ച് വിടും എന്നാ വിചാരിച്ചത്. പക്ഷെ പറയുവാണ്, അവൾ നല്ല ഭാഗമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവവചനം സന്തോഷത്തോടെ കേൾക്കുവാൻ രാവിലെ 5:30 നല്ല സമയം തിരഞ്ഞെടുത്തവരുണ്ട്. അല്ല സാഹചര്യം പോലെ ഓരോ രാജ്യത്തിൻ്റെ സമയവും സാഹചര്യവും അനുസരിച്ച് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സമയത്ത് ഈ വചനം കേൾക്കുന്നവരുണ്ട്. വാഹനത്തിലിരുന്ന്, യാത്ര ചെയ്തുകൊണ്ട്, ബസ്സിലിരുന്ന്, കാറിലിരുന്ന്, ട്രെയിനിലിരുന്ന് ഒക്കെ കേൾക്കുന്നവരുണ്ട്. ഡൗൺലോഡ് ചെയ്ത് ഫ്ലൈറ്റിലിരുന്ന് കേൾക്കുന്നവരുണ്ട്. നല്ല ഭാഗമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് മനുഷ്യനല്ല പറഞ്ഞത്, ദൈവമാ പറഞ്ഞത്. നല്ല ഭാഗം തിരഞ്ഞെടുക്കാൻ നിങ്ങൾ എത്ര പേരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭാഗം തിരഞ്ഞെടുക്കുമ്പോൾ നല്ലത് തന്നെ ദൈവം നിനക്കും തരും. നല്ല ഭാഗം, ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ നല്ല ഭാഗം തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അപ്പുറത്ത് ദൈവം മോശമായത് തരത്തില്ല, നല്ലത് തരും. നല്ലത് തന്നെ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് തരും. ഒത്തിരി വാക്യം എഴുതിയിട്ടുണ്ട്, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടില്ല, അത് മാറില്ല. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ, യേശു അതിനെ എത്ര സീരിയസ് ആയിട്ടാണ് കണ്ടത്. നമ്മൾ വിചാരിക്കും 10 മിനിറ്റ് വചനം കേൾക്കുന്നത് അതെന്ത് കാര്യം, നമ്മൾ പോലും അല്പം സീരിയസ് കുറഞ്ഞായിരിക്കും കാണുന്നത്. യേശു പറയാണ്, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല, ആ കൃപ. വളരെ സീരിയസ് ആയിട്ടാണ് കണ്ടത്. വചനം കേൾക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്നവരുണ്ട്. നിങ്ങളോട് ഈ വാക്യം നിങ്ങൾ ചെയ്യുന്ന ആ 10 മിനിറ്റ് വചനം കേൾക്കുന്നത് സ്വർഗത്തിലെ ദൈവം വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാനാണ് നല്ല ഭാഗമാണ് തിരഞ്ഞെടുത്തെങ്കിൽ നല്ലതു തന്നെയാ ജീവിതത്തിൽ വന്നു ചേരത്തുള്ളൂ. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന്. ഇത് പ്രസംഗിക്കുമ്പോൾ ആത്മാവിൽ അറിയാൻ പറ്റും. ഇത് അനേക ഹൃദയങ്ങളിൽ, അനേകം കുടുംബങ്ങളിൽ വാളുപോലെ കയറുന്നത്. ഇത് അനേകം വ്യക്തികൾക്ക് നിങ്ങൾ പറയണം, കൊടുക്കണം, എത്തിക്കണം. നിങ്ങളിലൂടെ അനേകർ ഈ നല്ല ഭാഗം തിരഞ്ഞെടുക്കട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്തുകൂടെ? അസൂയില്ലാതെ, സ്വാർത്ഥതയില്ലാതെ ഈ വചനം അനേകർക്ക് കൊടുക്ക്. അനേകർക്ക് ചില ബോധ്യങ്ങളും തിരിച്ചറിവുകളും ഉണ്ടാകട്ടെ. ഇതൊരു സന്തോഷമുണ്ട് ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുന്നതിൽ. പ്രിയപ്പെട്ടവരെ,
ഈ ആലയത്തിൽ, ഈ വയനാട്ടിലുള്ള ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ ഈ നാളുകളിൽ ആയിരക്കണക്കിന് ആളുകളാണ് വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ ഇവിടെ വന്ന് താമസിച്ച് പുറത്ത് റൂമെടുത്ത് വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്കായിട്ട് പങ്കെടുക്കുന്നത്. എല്ലാ വ്യാഴാഴ്ചകളിലും വൈകുന്നേരം 6 മണി മുതൽ ശുശ്രൂഷകൾ ആരംഭിക്കും. 9 മണി വരെ വിശുദ്ധ കുർബാനയുണ്ട്. വെള്ളിയാഴ്ച 6 മണിക്ക് രാവിലെ ശുശ്രൂഷകൾ ആരംഭിക്കും. നിങ്ങൾക്കും വരുന്ന വെള്ളിയാഴ്ചകളിൽ വരാൻ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു മനസ്സിൽ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അനേകർ നിയോഗം സമർപ്പിക്കുന്ന ഒരു സ്ഥലമായി ഇത് മാറിയിരിക്കുന്നു. നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചവർ നിയോഗ തിരികളൊക്കെയായി ഭവനങ്ങളിലേക്ക് പോകും. വീട്ടിൽ ചെന്ന പിറ്റേ ദിവസം മുതൽ 31 ദിവസം രാവിലെ 5:30 ഇവിടെ നിന്ന് ആ നിയോഗം കിട്ടിയവർ, പ്രാർത്ഥന സ്വീകരിച്ചവർ, അവർ വീടുകളിൽ തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കും. ഈ വചനം കേൾക്കുമ്പോൾ അതേ സമയം ശുശ്രൂഷകരായിട്ടുള്ളവരും ഞാനും നിങ്ങൾക്ക് വേണ്ടിയും ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ശുശ്രൂഷകളുടെ ക്രമീകരണം. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് കേട്ട വചനത്തിലൂടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ കരം കാണുവാൻ ഇടവരട്ടെ. നിങ്ങൾ നല്ല ഭാഗമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, അതെടുക്കപ്പെടുകയില്ലെന്ന് യേശു തന്നെയാണ് പറഞ്ഞത്. നല്ല ഭാഗമാ തിരഞ്ഞെടുത്തെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അനുഗ്രഹം ആ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നതെന്ന് കുട്ടിക്കോ. ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാവും, സന്തോഷവും സമാധാനം ഉണ്ടാവും. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ, സംരക്ഷിക്കട്ടെ. സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകട്ടെ, സന്തോഷവും സമാധാനം ഉണ്ടാകട്ടെ, ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കട്ടെ. നിങ്ങളുടെ ഭവനം അനുഗ്രഹമാകട്ടെ, നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സന്തോഷത്തോടെ ഇരിക്കാം. ഇന്ന് കേട്ട വചനം പല പ്രാവശ്യം വായിക്കണം, ചിന്തിക്കണം. ദൈവം നിങ്ങളെ ഇത് പലർക്കും അയച്ചു കൊടുക്കണം. അതിൽ ഒത്തിരി അനുഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നേർച്ചയായി നിയോഗത്തോടെ അയച്ചു കൊടുക്കുക. ചെയ്യാൻ പറ്റുന്നൊരു നന്മ. അനേകർ വചനം കേൾക്കും, ദൈവത്തെ അറിയും. നാളെ നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ.